ഞാൻ കരുതി ഈ വിഷം ചീറ്റലൊക്കെ പേര് നോക്കിയോ അല്ലെങ്കിൽ ഈ നമ്മളെപ്പോലെയുള്ള പാവപ്പെട്ടവന്മാരെടുത്തൊക്കെയോ മാത്രമാണെന്ന്. പക്ഷേ സംഗതി അങ്ങനെയല്ല. സാക്ഷാൽ മോദി സർക്കാരിന് കീഴിൽ അവർ പറയുന്നതനുസരിച്ച് അവർ തീരുമാനിക്കുന്ന നയങ്ങൾ ബ്രീഫ് ചെയ്യാനെത്തുന്ന വിദേശകാര്യ സെക്രട്ടറിക്കും രക്ഷയില്ല. വിദേശകാര്യ സെക്രട്ടറി കഴിഞ്ഞ ദിവസം എക്സ് പ്രൊഫൈൽ അക്കൗണ്ടും പൂട്ടിയിടേണ്ടി വന്നു. കാരണം അദ്ദേഹത്തിനും മകൾക്കുമെതിരെ ഈ തീവ്ര സംഘി ഹിന്ദുത്വർ എന്നൊക്കെ പറഞ്ഞ് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, ഈ ആടുരാമ ചാടുരാമ എന്ന് പറഞ്ഞ് നമ്മൾ ചില ഇനം വളർത്തിക്കൊണ്ടുവരുമല്ലോ. വ്യത്യസ്ത തരത്തിലുള്ളവരുണ്ടത്. അങ്ങ് കോട്ടിട്ട കൃഷ്ണരാജ് മുതൽ ഇനി താഴെ കൊട്ടൂടി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചിലർ വരെയുള്ളവരുടെ ആ ശൃംഖലയിൽ വരുന്ന ചില ആളുകൾ അങ്ങോട്ട് തുള്ളി മറിഞ്ഞാടി തെറി വിളിച്ച് എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്ത് അവസാനം അദ്ദേഹം എക്സ് പ്രൊഫൈൽ പൂട്ടേണ്ടി വന്നു. ഇപ്പോൾ ഇന്ന് IAS IPS അസോസിയേഷനുകളും മുൻ വിദേശകാര്യ സെക്രട്ടറിമാരുമൊക്കെ ഇദ്ദേഹത്തെ സംരക്ഷിച്ച് ഈ നടക്കുന്ന സൈബർ ആക്രമണത്തിനെതിരെ നിലപാടെടുത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി എന്തെങ്കിലും മിണ്ടിയതായി ഞാൻ വായിച്ചില്ല. കാരണം അങ്ങനെ മിണ്ടി ഈ വിദേശകാര്യ സെക്രട്ടറിയെ സംരക്ഷിക്കുന്നതിനേക്കാൾ ഈ അപവാദം, ഈ ചെളിവാരി എറിയൽ, ഇത് പറയുന്നവരെ സംരക്ഷിക്കാനാവും അവരിഷ്ടപ്പെടുക. കഷ്ടമാണ് ഭാരതമേ, കഷ്ടമാണ്, നികൃഷ്ടമാണ്, പറയാതിരിക്കാൻ നിർവാഹമില്ല. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. പണ്ട് നമ്മൾ പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ആ വെള്ളം വറ്റി ഇനി ചെളിവാരി എറിയൽ തുടങ്ങും എന്ന് പറയുന്നത് പോലെ ഇത് വെള്ളം നിൽക്കുമ്പോൾ മുതൽ ചെളിവാരി എറിയാനുള്ള ശ്രമം തുടങ്ങിയിരുന്നു. പക്ഷേ സംഗതി ആ ലൈനിലൊന്നും അങ്ങോട്ട് ക്ലിക്കാവുന്നില്ല. കാരണം വരുന്നതെല്ലാം വേറിട്ട വാർത്തകളാണ്. ഈ പാക് ഭീകരർ കടന്നു കയറി കൊന്ന ഭാരതീയരായ നിരവധി ആളുകളുടെ കുടുംബാംഗങ്ങൾ, ആ ജീവിച്ചിരിക്കുന്നവരാരും അവരാരും കാശ്മീരിലെ മുസ്ലിങ്ങളെയോ ഇന്ത്യൻ മുസ്ലിങ്ങളെയോ ഒന്നും പറഞ്ഞില്ല. എന്ന് മാത്രമല്ല, അവരെക്കുറിച്ചുള്ള നല്ല അനുഭവങ്ങളാണ് പങ്കുവച്ചത്. നമ്മുടെ മരിച്ച രാമേന്ദ്രൻ ചേട്ടൻ്റെ മകൾ ആതിര മുതൽ പിന്നെ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യ വരെയുള്ളവർ വെറും 3 ദിവസമോ 4 ദിവസമോ മാത്രം ഒരുമിച്ച് ജീവിച്ച് കൺമുമ്പിൽ വെച്ച് സ്വന്തം ഭർത്താവിനെ വെടിവെച്ച് കൊന്ന് അതിൻ്റെ അടുത്ത് നോക്കിക്കൊണ്ടിരുന്ന അവർ പോലും ഈ വിദ്വേഷികളെ കൊന്നവരെ, കൊലയാളികളെ കൊല്ലണമെന്നല്ലാതെ അത് ഇന്ത്യയിൽ ജാതിമത സ്പർദ്ധയ്ക്കൊരു കാരണമാകണമെന്ന് പറഞ്ഞതേയില്ല. പിന്നെയും കഴിയുന്നിടത്തെല്ലാം തപ്പി. അസദുദ്ദീൻ ഒവൈസിയെ പോലെയുള്ള ആളുകൾ ഇക്കാര്യത്തിൽ എന്തെങ്കിലും വ്യത്യസ്തമായ ശബ്ദമുയർത്തുമോ എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ കാശ്മീരിലെ ഒമർ അബ്ദുള്ള മുതൽ അസദുദ്ദീൻ ഒവൈസി മുതൽ ഇങ്ങ് പാണക്കാട്ടെ സാദിഖ് അലി തങ്ങൾ വരെയുള്ള മുഴുവൻ മുസ്ലിം നേതാക്കളും രാജ്യത്തിന് കലവറയില്ലാത്ത പിന്തുണ പ്രഖ്യാപിച്ചു. സൈന്യത്തോടൊപ്പമാണ് പാകിസ്ഥാനെ തകർത്ത് വാരി മാക്കട്ടെ കെട്ടണം എന്ന് പറയുന്ന നിലപാട് സ്വീകരിച്ചു. അപ്പോൾ അവിടെയൊന്നും ഒരു വിദ്വേഷത്തിനുമുള്ള ഇടം കിട്ടിയില്ല. വേറെ ആരും ഇടപെട്ടില്ല. കാശ്മീരിലെ ജനങ്ങൾ, മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾ പാക് ഭീകരതയ്ക്കെതിരെ രംഗത്തിറങ്ങി. അവിടെയും കിട്ടിയില്ല ഒരു വെടവും. സംഗതി ഇതൊന്ന് തിരികെ കയറ്റാൻ ഒരു വിള്ളൽ തേടി നടന്നിട്ട് ഇന്ത്യൻ ജനത വിള്ളൽ കൊടുക്കാതെ ഒരുമിച്ച് നിന്നു. അപ്പോഴാണ് പിന്നെ കറാച്ചി ബേക്കറിക്കിട്ടടിക്കാമെന്നും അല്ലെങ്കിൽ അതുപോലെയുള്ള പേരുകൾക്കിട്ടടിക്കാമെന്ന് വിചാരിച്ച് ആ വഴിയൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. ഇതിനിടയിൽ വലിയ വലിയ അവകാശവാദങ്ങൾ, സർക്കാരല്ല കേട്ടോ, ഇതുപോലുള്ള വിദ്വേഷികളായ ഭ്രാന്തന്മാർക്ക് പറ്റുന്ന ചില അവകാശവാദങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് അങ്ങോട്ട് പ്രസരിപ്പിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞാൽ അത് മൊത്തം പിടിച്ചെടുക്കും, ഇപ്പോൾ ഇസ്ലാമാബാദ് കൈവശപ്പെടുത്തും, 5 കീറും മുറിക്കും, പാക് ഒക്കുപ്പൈഡ് കാശ്മീർ നമ്മളെടുക്കും എന്നൊക്കെ പറഞ്ഞ് ആവേശം അണപൊട്ടിയിരിക്കുമ്പോഴാണ് എല്ലാവരെയും ആശ്വാസപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ ഉജ്ജ്വലമായ തീരുമാനം വന്നത്. അവർ ഒറ്റക്കെട്ടായി പറഞ്ഞു, സമാധാനത്തിലേക്ക് മടങ്ങാം, വെടിനിർത്തൽ നടപ്പിലാക്കാം. ഈ വെടിനിർത്തൽ നടപ്പിലാക്കുന്നത് പറയുന്ന ആളിൻ്റെ പേര് എന്തിനാണ് ഈ വൈരാഗ്യം? അങ്ങനെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? മൈക്കിലൂടെ ഒരു ഇഷ്ടമല്ലാത്ത ശബ്ദം വന്നാൽ ആരെങ്കിലും മൈക്ക് തല്ലി പൊട്ടിക്കുമോ? ആ ശബ്ദം പിന്നിൽ നിന്നുണ്ടാക്കുന്ന ആളാരാണ്? അയാളെയല്ലേ ലക്ഷ്യമിടേണ്ടത്. ഇപ്പം ഇവിടെ ബിക്രം മിശ്രി എന്ന് പറയുന്ന ഈ വിദേശകാര്യ സെക്രട്ടറി, ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി, അദ്ദേഹം നടുവിലിരുന്ന് അപ്പുറത്ത് സോഫിയ ഖുറേഷിയും ഒരു വശത്ത് വ്യോമിക സിംഗും ഒക്കെ ഇരുന്ന് പത്രസമ്മേളനം നടത്തിയത് പോലും ഈ വിദ്വേഷികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോഴാണ് അദ്ദേഹം രംഗത്ത് വന്ന് ഈ പറയുന്ന നമ്മുടെ സൈനികർക്ക് വന്ന ഫോൺ കോളും പാകിസ്ഥാനിൽ നിന്ന് വിളി വന്നുവെന്നും അവരടി കൊണ്ട് ചുരുണ്ടുവെന്നും
നമ്മൾ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണെന്നും ഒക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ ചങ്ക് പൊട്ടി. എന്താണെന്ന് വെച്ചാൽ ഇവരിതിനൊക്കെ അപ്പുറത്തേക്ക് അങ്ങ് ലഹരി പിടിച്ച് സഞ്ചരിച്ചിരുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചോ രാജ്യത്തെക്കുറിച്ചോ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചിന്തിക്കുമെങ്കിൽ ഇതൊന്നും പറയൂലല്ലോ. ഏതായാലും അങ്ങനെ ആയപ്പോഴാണ് എന്നാൽ എവനിരിക്കട്ടെ എന്നും പറഞ്ഞ് നമ്മൾ സാധാരണ സ്വന്തം മുഖം കൊള്ളാത്തതിന് കണ്ണാടി തല്ലി പൊട്ടിക്കുന്നത് പോലെ പിന്നെ പുള്ളിയുടെ നേരെ തിരിഞ്ഞു, പുള്ളിയുടെ മകൾക്ക് നേരെ തിരിഞ്ഞു. വിദ്വേഷവർഷം, ശകാരവർഷം, എന്തൊരു കഷ്ടമാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത ഏറ്റെടുത്തു. രാഹുൽ ഗാന്ധി എവിടെങ്കിലും പോയി പറയുന്നത് ദേണ്ട അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവർ ഒരു വിദേശകാര്യ സെക്രട്ടറിയെ കൈകാര്യം ചെയ്യുന്ന രീതി. അദ്ദേഹം എന്ത് പഠിച്ചു? ഈ നയരൂപീകരണത്തിൽ ഇത് ഔദ്യോഗികമായി പറയാൻ ചുമതലപ്പെടുത്തപ്പെട്ട ആളെന്നുള്ളതിനപ്പുറത്ത് വേറെന്തെങ്കിലും സംഗതിയുണ്ടോ? കഴിഞ്ഞ ദിവസം പ്രശാന്ത് ഭൂഷൺ ട്വീറ്റ് ചെയ്ത് കാണിച്ചതുപോലെ അത്തരം ക്യാപ്സ്യൂളുകൾ എന്തെങ്കിലും ആണെങ്കിൽ കുഴപ്പമില്ല. ഏത് ക്യാപ്സ്യൂളുകൾ? ഈ പറയുന്ന പോലെ താൽക്കാലികമായ ഒരു ശ്വാസമെടുക്കലാണ്, ഇനി വരാൻ പോകുന്നുണ്ട് കടുത്ത യുദ്ധം എന്നൊക്കെ പറയുന്ന ക്യാപ്സ്യൂളാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇദ്ദേഹത്തിനെതിരെയാണ് തിരിഞ്ഞത്. ഇദ്ദേഹത്തിനെതിരെ വിദ്വേഷവർഷം എന്ന് വെച്ചാൽ വേറെങ്ങും കിട്ടിയില്ല. അസദുദ്ദീനെതിരെ കിട്ടിയില്ല, ഒമർ അബ്ദുള്ളയ്ക്കെതിരെ കിട്ടിയില്ല, മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് കിട്ടിയില്ല, വേറെ ആരും ഒരു അവശബ്ദവും ഉണ്ടാക്കിയില്ല. ഇതിൻ്റെ ഇടയ്ക്ക് രണ്ടുപേരെ പഞ്ചാബിൽ നിന്ന് പിടിച്ചു ചാരവൃത്തിക്ക് 11-ാം തീയതി. അതായത് ഈ ബ്രിട്ടീഷ് സൈന്യത്തിന് വിവരങ്ങൾ ചോർത്തി കൊടുത്തതിന് യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ അവിടെയും കിട്ടിയില്ല വേറൊന്നും. അപ്പോൾ പിന്നെ ഇങ്ങനെ തിരിയാമെന്ന് വിചാരിച്ച് അവിടെ നടത്തുകയാണ്. കഷ്ടമാണ്. ഇതിൽ വകതിരിവുള്ള ഭാരതീയർ, രാജ്യസ്നേഹികൾ, നീ ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും ഇവരെയൊക്കെ ഉപദേശിക്കാനോ ഇവറ്റകളെയൊക്കെ നന്നാക്കാനോ ശ്രമിക്കണം. ഇല്ലെങ്കിൽ ഈ രാജ്യം അപകടത്തിലാണ്. ചൈനയും പാകിസ്ഥാനും ഒക്കെ ഉയർത്തുന്ന വെല്ലുവിളിയേക്കാൾ അപകടമാണ് ഇവർ ഈ രാജ്യത്തിനകത്ത് നിന്ന് ഉയർത്തുന്ന വെല്ലുവിളി. മറന്നു പോകാതിരിക്കാം.